ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു S&T ഫുഡീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബട്ടർ ഗാർലിക് ചിക്കനായിട്ടാണ്. ചിക്കൻ കഴിക്കുന്ന എല്ലാവരും തന്നെ ഈ ഡിഷ് ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ബട്ടർ മെൽറ്റ് ചെയ്ത് ഗാർലിക് ഇട്ട് വഴറ്റുമ്പോൾ തന്നെ അതിനൊരു പ്രത്യേക ടേസ്റ്റും മണവും ഒക്കെയാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/4 കിലോ ബോൺലെസ് ചിക്കനാണ്. ആദ്യം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അര ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് ഒരു അര നാരങ്ങയുടെ നീരും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. കോൺഫ്ലവറിന് പകരം മൈദാപ്പൊടി വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കണേ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ വരുന്ന ഓൾ എന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. മറുവശവും ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയി വരുമ്പോൾ ഇത് നമുക്ക് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ചിക്കൻ വറുത്ത എണ്ണ ആ പാനിൽ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയിട്ട് ആ പാനിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ട് നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചമണം മാറി കളർ ഒന്ന് മാറാൻ തുടങ്ങുമ്പോൾ വെളുത്തുള്ളിയുടെ കളറ് മാറിപ്പോകരുത് കേട്ടോ. ഇതിലേക്ക് 1/2 കപ്പ് നേരത്തെ ഉണ്ടാക്കി വെച്ച ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കോൺഫ്ലവർ കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഒറിഗാനോയും ചേർത്ത് ഇളക്കി അര ലെമൻ്റെ ജ്യൂസും ഒഴിച്ച് ഈ സ്റ്റോക്ക് ഒന്ന് കുറുകി വരുമ്പോൾ ഇതിലേക്ക് വറുത്ത് വെച്ച ചിക്കൻ പീസസ് ഇട്ട് നന്നായിട്ട് ഇളക്കി ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണേ. ചിക്കൻ സ്റ്റോക്ക് എല്ലാം ഈ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ചു കഴിയുമ്പോൾ
നമുക്ക് 1/4 കപ്പ് സ്പ്രിംഗ് ഓണിയൻ ചെറുതായി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് ഇളക്കി തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബട്ടർ ഗാർലിക് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇത് നിങ്ങൾക്ക് സ്റ്റാർട്ടറായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. എരിവ് കുറച്ച് വേണ്ടിയവർക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു നല്ല വെറൈറ്റി ഡിഷാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്നുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുതേ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെയും ഒക്കെ കൂടെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ. അടുത്തൊരു നല്ല ഡിഷുമായിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.